പരിചയമില്ലെന്നു. പണ്ട് നങ്ങലിയുടെ കുഞ്ഞിനെ തട്ടിയെടുത്ത ഭൂതം വരുമ്പോ ഇതേ മേളം കേട്ടിരുന്നു. ആ കഥ ഓർമ്മയുണ്ട്. കുന്നിൻ ചെരുവിലെ ഒരു പാറമടയിലായിരുന്നില്ലേ ആ ഭൂതം താമസിച്ചിരുന്നത്? നങ്ങലിയുടെ കുഞ്ഞിനെ വേഷം മാറി വശീകരിച്ച് വഴിതിരിച്ച ഭൂതത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? അല്ലെങ്കിലും കുന്നുകളും പാറക്കെട്ടുകളൊക്കെ ഇടിച്ചേർക്കുന്ന ഇക്കാലത്ത് ഭൂതങ്ങളൊക്കെ എവിടെ പോയി പാർക്കാനാണ്? നമുക്ക് തെറ്റി. വളരെ അകലെ നിന്നല്ല, നമുക്കിടയിൽ നിന്ന് തന്നെയാണ് ആ ശബ്ദം കേൾക്കുന്നത്. അയ്യോ, നമുക്കിടയിൽ നിന്നും? എങ്കിൽ സൂക്ഷിക്കണം. എവിടെ നിന്ന്? ദാ അവിടെ നിന്ന്. അല്ലല്ല, ഇവിടെ നിന്ന്. അതാ അതാ അവർക്കിടയിൽ. അല്ല, ഇതാ ഇവർക്കിടയിൽ. ഭൂലോക വിധികളെ, എന്റെ കാലം തീർന്നു എന്ന് വിചാരിക്കണ്ട. ഞാൻ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. എന്നാൽ പണ്ട് ഉണ്ണിയോടൊപ്പം കളിച്ചും ചിരിച്ചും സമയം കളഞ്ഞ ഒടുവിൽ നങ്ങേലിക്ക് മുമ്പിൽ തോറ്റ് കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ച ആ പൊട്ട ഭൂതമല്ല ഇന്ന് ഞാൻ. നിങ്ങൾ മാറിയതുപോലെ എന്റെ തലമുറയും ഒരുപാട് മാറിയിട്ടുണ്ട്. ഓടണ്ട, ഓടിയിട്ട് രക്ഷയില്ല. ഇതുകൂടി കേട്ടോ. വാനത്തെ അമ്പിളി മാമനെ കാണിക്കാതെ മൊബൈല് കാണിച്ച് നൂഡിൽസ് കൊടുത്ത് വളർത്തുക അല്ല, തളർത്തിയ നിങ്ങളുടെയൊക്കെ പുന്നാര മക്കളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന നോക്ക്. തരില്ല. പിഴച്ചവളെ, നീ ഇത് ദിവ്യപ്രണയമെന്നാണോ കരുതിയത്? എനിക്ക് പണം വേണം, അതിന് ഞാൻ ആരെയും മര്യാദക്ക് ഇന്നും എന്റെ കൂടെ പോയിക്കോ. നിന്നെ വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. വിശ്വാസം എടുത്തു പോയ ആ വാക്കുകൊണ്ട് പണം, അതാണല്ല. അതുണ്ടെങ്കിൽ എല്ലാമായി.
അനുസരിച്ച് കൂടെ നിന്നാ നിനക്ക് നല്ലത്. എനിക്ക് ജീവിതം കളറാക്കണം. എടാ ദുഷ്ട, എന്റെ മാനത്തിനാടാ നീ വില പറയുന്നത്. ദ്രോഹി. ആട്ടങ്കടി, ഇന്ന് ഇവൻ, നാളെ മറ്റൊരാൾ. നീയും ജീവിതം കളറാക്കും. എന്ത് നോക്കി നിൽക്കടാ? ഇവളുമാരൊക്കെ എത്രയാ സമ്മതിക്കൂ? വന്ന് എടുത്തോണ്ട് പോടാ, കാശും തന്നെ. ചീത്തയായി വരട്ടെ മക്കളെ, ചീത്തയായി വരട്ടെ. ചില്ലാക്കണം, ചില്ലാക്കണം, ചില്ലിട്ടു വെക്കണം ജീവിതങ്ങൾ. ആഹ, ചില്ലിട്ടു വെക്കണം ജീവിതങ്ങൾ. ചില്ലാക്കണം, ചില്ലാക്കണം, ചില്ലിട്ടു വെക്കണം ജീവിതങ്ങൾ. ആഹ, ചില്ലിട്ടു വെക്കണം ജീവിതങ്ങൾ. മാറ്റി വെക്കണം അങ്ങനെ പുസ്തകം. ഇക്കാലത്ത് പണം ഉണ്ടാക്കാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നു വേണ്ട. അയ്യോ, പഠിക്കാതെങ്ങനെ? എടാ പോട്ട, നമുക്കൊക്കെ ഇനിയും എത്ര രസങ്ങൾ അറിയാൻ ബാക്കിയുണ്ടെന്ന് അറിയുമോ നിനക്ക്? ദാ, നീ ആദ്യം ഇതൊന്ന് പൊപ്പിച്ചു കാണാൻ ഒരു നായകനെ പോയാവും. ഇതൊന്ന് വാങ്ങിച്ചു പോയിക്കാം, എന്റെ കയ്യിൽ കാശില്ല. അതിന് ആര് കാശ് ചോദിച്ചു? വെക്കണം, വെക്ക്. ഒരു പുകയൊന്നും ആരെയും കൊണ്ടിട്ടില്ല. പുകച്ച് പുകച്ച് ഒരു പുരുഷനാകും. അങ്ങനെ നീ ഇപ്പൊ ഞങ്ങളിൽ ഒരാളായി. ആഹാ, ആടാ മക്കളെ വാ. ആ, ഇന്നും ഒരു കന്നിക്കാരനുണ്ടല്ലോ. ഇവർ തന്ന രസം എനിക്ക് ഇനിയും വേണം. അതിനെന്താടാ മോനെ, നീയും കൂട്ടുകാരെ പോലെ പണം കൊണ്ടുവാ. മനസ്സിലായുടെ കുട്ട, പണമുണ്ടാക്കാൻ എന്തു ചെയ്യുമെന്നല്ലേ? ജോലിയില്ല എന്നല്ലേ? തട്ടിപ്പറിച്ചു, ദുഷ്ടിച്ചു. ഇനിയിപ്പോ കൊന്നിട്ടാണെങ്കിലും കൊണ്ടുവാ മോനെ പണം. മക്കളെ, നിങ്ങളും കൂടെ ചെല്ലേ, കൈ നിറയെ കാശും കൊടുക്കുക. ചില്ലാക്കണം, ചില്ലാക്കണം, ചില്ലിട്ടു വെക്കണം ജീവിതങ്ങൾ. ആഹ, ചില്ലിട്ടു വെക്കണം ജീവിതങ്ങൾ. ചില്ലാക്കണം, ചില്ലാക്കണം, ചില്ലിട്ടു വെക്കണം ജീവിതങ്ങൾ. ആഹ, ചില്ലിട്ടു വെക്കണം. കരയാതെ കാശ് തന്നല്ലേ? ഉള്ളത് മുഴുവനും നിനക്ക് തന്നില്ലേ? ഇനി ഈ താലിച്ചെറുത് മാത്രമേ ബാക്കിയുള്ളൂ. ഓ, താലിയെങ്കിൽ താലി, അതിവിടെ കിടന്നിട്ട് എന്തിനാ? അത് നൂരിത്താ. വേണ്ട മോനെ, വേണ്ട. ഇത് നിന്റെ അച്ഛൻ കെട്ടിയതല്ലേ? ആ കൊള്ളരുതാത്തം കെട്ടിയതല്ലേ? ഇങ്ങോട്ട് താ വേഗം. വേണ്ടടാ, വേണ്ടടാ, വേണ്ട മോനെ.
ഏമാനെ ചങ്കേ ഞാൻ വന്നു. പൊളിക്കട മോനെ, അടിച്ചു പൊളിക്കട. എല്ലാത്തിനെയും ഞാൻ വഴിതെറ്റിച്ചു. എനിക്ക് മുൻപിലേക്ക് മക്കളെ വീണ്ടെടുക്കാൻ ഒരു നന്മയും ഇന്ന് ധൈര്യത്തോടെ കടന്നു വരില്ല. അത്രയ്ക്ക് ശക്തനായ ഞാൻ. ഇല്ലെങ്കിലും സ്വന്തം മക്കളെ നോക്കാൻ നിങ്ങൾക്കൊക്കെ എവിടെയാ നേരം? നിങ്ങളുടെയൊക്കെ കണ്ണും കാതും വായും ഞാൻ എന്നേ വിലക്കെടുക്കും. ഇത് ഒരു തെരുവ്, പല വഴികൾ, പല ജാതി ആളുകൾ. ഇവിടെ വഴി തെറ്റാതെ നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഇത് പലതും കൂടിച്ചേരുന്ന തെരുവ് തന്നെ. ഇവിടെ വഴികളും പലതുണ്ടാകും. എന്നാൽ അവയിലൂടെ നടക്കുമ്പോൾ ചില വഴിത്തിരിവുകളും മുമ്പിൽ വരാം. അതൊന്നും അവഗണിക്കരുത്. തിരക്കിൽ കാണാതെ പോകരുത്. വഴിത്തിരിവുകളോ? അതെ, നിങ്ങളുടെ മക്കൾക്ക് തിരിച്ചറിവിന്റെ വഴിത്തിരിവുകളാണ് ഉണ്ടാകേണ്ടത്. അതിനുള്ള അവസരങ്ങൾ ഒരിക്കലെങ്കിലും അവർക്കരികിലേക്ക് എത്താതിരുന്നിട്ടുണ്ടാകില്ല. നിങ്ങൾ മാതാപിതാക്കൾ അത് അവഗണിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ ആരെ അവഗണിച്ചു? നിങ്ങൾ മക്കൾക്ക് അവർ ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തില്ലേ? ഉണ്ട്. ഞങ്ങൾ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. തെറ്റ്. അവർക്ക് നിങ്ങൾ നമ്മുടെ സംസ്കാരത്തെ പറ്റി എന്തറിവാണ് നൽകിയിട്ടുള്ളത്? തന്റെ ഭീകരരൂപം മാറ്റി സുന്ദരിയായി കുലയിൽ വിഷം തേച്ച് കണ്ണനെ കൊല്ലാൻ വന്ന കുതിരയെ ഇല്ലാതാക്കിയ ഉണ്ണിക്കണ്ണന്റെ കഥ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ കഥ അറിയാമായിരുന്നെങ്കിൽ കണ്ണന്റെ കൗശലം അവർക്ക് രക്ഷയാക്കുമായിരുന്നു. ഈ നാട്ടിലെ ഓരോ കുഞ്ഞിനും മാതൃകയാകേണ്ടത് കഞ്ചാവടിച്ചവന്റെ കാപട്യമല്ല, കണ്ണന്റെ കാരുണ്യമാണ്. കണ്ണന്റെ കാരുണ്യം. ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ തിരക്കുകൾക്കിടയിൽ കഥ പറഞ്ഞു കൊടുക്കാൻ എവിടെ നേരം? ആര് പറഞ്ഞു കൊടുക്കും? നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗാനം കേൾക്കാൻ കഴിയുന്നു? ഉണ്ട്. ഞങ്ങളിപ്പം വ്യക്തമായി കേൾക്കുന്നുണ്ട്. സമയം കളയാതെ മക്കളുമായി അവിടെ കടന്നു ചെല്ലാം. കഥകളും കവിതകളും കളിയും കാര്യവും ആ കുഞ്ഞു മനസ്സുകൾ നിറയ്ക്കും. അവരറിയാതെ മാറിത്തുടങ്ങും. വലിയ ജീവിത പാഠങ്ങൾ അറിഞ്ഞ് അവർ നിറഞ്ഞൊഴുകും. സ്വയം തിരിച്ചറിയട്ടെ, നിങ്ങളെ അറിയട്ടെ, നാടിനെ അറിയട്ടെ. ഒന്നെങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, ഇനിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട. കുത്തനെയൊരു വര, പുതിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി, നന്നായി ഒന്നായി, ഒന്നായി നന്നായി. എല്ലാവരും നന്നാവുക, ഒന്നാവുക കേട്ടോ. എല്ലാവരും നമസ്കരിക്കാം. ഒരു കൈകൊണ്ട്
നമസ്കാരം പറയൂ. ആ, നിങ്ങൾക്ക് പിന്നെയും കാണാം. ഇത് നീ കണ്ടേ തിന്മ പല രൂപഭാവങ്ങളിൽ ഇനിയും നിങ്ങളുടെ കുഞ്ഞുമക്കളിൽ രസം ചേർക്കാനെത്തും, വിഷം ചേർക്കാനെത്തും. കരുതിയിരിക്കണം. ഓരോ കുഞ്ഞു മനസ്സിലും ആ നന്മയുടെ വെളിച്ചമെത്തട്ടെ. ബാലഗോകുലം, ബാലഗോകുലം, ബാലഗോകുലം. കേൾക്കുന്നില്ലേ? സകല ലോകത്തിനും വേണ്ടിയുള്ള അവരുടെ മംഗളാശംസകൾ. सर्वेऽपि सुखिनः सन्तु, सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखमाप्नुयात्. ॐ शान्ति शान्ति शान्तिः.